പാലക്കാട് പട്ടാമ്പി കുളപ്പുള്ളിപ്പാത നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. പ്രവൃത്തി ആരംഭിച്ചാൽ മാസങ്ങളോളം റോഡ് ഗതാഗതവും കുടിവെള്ളവും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് യോഗം ചേർന്നു. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള ഭാഗത്ത് BMBC നിലവാരത്തിലുള്ള നവീകരണം പുരോഗമിക്കുകയാണ്. ഏകദേശം 75% പണി പൂർത്തിയായി. പട്ടാമ്പി നഗരത്തിലാണ് ഇനി നിർമ്മാണ പ്രവൃത്തി നടക്കാനുള്ളത്. പാലക്കാട്, ഗുരുവായൂർ, പെരുമ്പിലാവ്, പെരിന്തൽമണ്ണ സംസ്ഥാന പാതകളിലെ പ്രധാന ടൗണാണ് പട്ടാമ്പി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ മാസങ്ങളോളം നിർമ്മാണം നടത്താനുള്ളതിനാൽ ജനങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗതാഗത തടസ്സവും കുടിവെള്ള വിതരണത്തിൽ തടസ്സവും ഉണ്ടാകുവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് താലൂക്ക് ആസ്ഥാനത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. കൽപ്പക മുതൽ കമാനം വരെയുള്ള ഭാഗം ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കാനും മറ്റു വർക്കുകളും അതിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ 45 വർഷം പഴക്കമുള്ള പൈപ്പ് ലൈൻ ആയതുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് തന്നെ പുതിയ ലൈന് ഇടുന്ന പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. അത് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. KSEBിയുടെ പോസ്റ്റ് മാറ്റുന്നുണ്ട്. ആ പോസ്റ്റ് മാറ്റുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർണ്ണമായി നമ്മൾ ലൈൻ ഓഫ് ചെയ്ത് എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് പൈപ്പ് ലൈൻ ഇടുന്നതും. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവായിട്ട് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ലൈൻ എടുത്ത് പൂർത്തീകരിക്കുന്ന സമീപനം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കയ്യേറ്റം ഒഴിപ്പിക്കൽ ആദ്യഘട്ടം പൂർത്തിയായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ, വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ എന്നിവ പ്രധാനമായി നടപ്പാക്കേണ്ടതുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്നും 85 കോടി രൂപ ചിലവഴിച്ചാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.